നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നെല്ലായിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദം. തർക്കത്തിനിടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴു. ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനു മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ വേർപെട്ടു. 3/4 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വരന്തരപ്പിള്ളിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത നെല്ലായിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കയ്പമംഗലം ഐരൂർ ക്ഷേത്രത്തിനടുത്ത് കാവുങ്ങപ്പറമ്പിൽ ബാലചന്ദ്രന്റെ മകൻ 23 വയസ്സുള്ള ഭരത്, തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ചാരുവിള വീട്ടിൽ ഉണ്ണിപ്പിള്ളയുടെ മകൻ 20 വയസ്സുള്ള ഉത്തരജ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. 2 പേരും സംഭവ സ്ഥലത്ത് വച്ച് മരിച്ചു. മൃതദേഹങ്ങൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രി ക്യാന്റീനിലെ ജീവനക്കാരാണ് 2 പേരും. ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദം. തർക്കത്തിനിടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. ബന്ധുക്കളെ അറിയിച്ചത് നെഞ്ചുവേദന മൂലം മരിച്ചെന്ന്. ഇൻക്വസ്റ്റിനിടെ പോലീസിന് തോന്നിയ സംശയം. 34-കാരിയെ കൊന്ന ഭർത്താവ് കസ്റ്റഡിയിൽ. വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന 34-കാരിയായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവായ 40 വയസ്സുള്ള കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. മരണവിവരമറിഞ്ഞ വീട്ടിലെത്തിയ പോലീസിന് ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നി. യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതോടെ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലിസ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലെത്തിച്ച കുഞ്ഞുമോൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി മരണവിവരവും അറിയിച്ചു. പനിയെ തുടർന്ന് ആശുപത്രിയിലാക്കിയ ഭാര്യ മരിച്ചു എന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചപ്പോൾ ദിവ്യയുടെ കഴുത്തിൽ ചില പാടുകൾ കണ്ടതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയമുണ്ടായത്. തുടർന്നാണ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദമ്പതികൾക്ക് 11 വയസ്സുള്ള മകനുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കുഞ്ഞുമോനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്.
വളർത്തു പശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയ ദിവസം മുതൽ രാത്രികാലത്ത് എല്ലായിടത്തും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ IS സുരേഷ് ബാബു അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കും. പശു ചത്തുകിടന്ന ഭാഗത്ത് പിറ്റേ ദിവസവും പുലിയെ കണ്ടത് തോട്ടം മേഖലയിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിരുന്നു. ഇവിടെ തന്നെ ഒരു പുലിക്കുട്ടിയെ കണ്ടതാണ് ആളുകൾക്ക് ഏറെ ഭയമുണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനും ഡിഎഫ്ഒ തീരുമാനിച്ചിട്ടുണ്ട്. പുലി വകവരുത്തിയ പശുവിന്റെ ഉടമ കുറ്റിയിൽ ബിജുവിന് നഷ്ടപരിഹാരം നൽകുമെന്നും ഡിഎഫ്ഒ പറഞ്ഞു. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴു. ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത്. പരാതിയായതോടെ ഉടമ കടപൂട്ടി സ്ഥലം വിട്ടു. ആരോഗ്യ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കട അടഞ്ഞു കിടക്കുകയായിരുന്നു. പരാതിക്കാരന്റെ വീട്ടിലെത്തിയ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറച്ചിയുടെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസവിൽപ്പനശാലയാണ് ഇതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഈ കടയിൽ നിന്ന് മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടതിനെ തുടർന്ന് അടച്ചിട്ട സ്ഥാപനം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ എല്ലാ മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങൾക്കും 15 മുതൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. തിങ്കളാഴ്ച വീണ്ടും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗവും അറിയിച്ചു. 2 ദിവസം മുൻപ് പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിലെ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് കട അടപ്പിച്ചിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിന് മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ വേർപെട്ടു. 3/4 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 6:30 പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. റെയിൽപാതയ്ക്ക് സമീപത്ത് നിന്നിരുന്ന തെങ്ങ് ട്രെയിനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ ട്രെയിനിന്റെ നടുഭാഗത്ത് വച്ച് ബോഗികൾ വേർപെട്ടു. ട്രെയിനിലെ ജീവനക്കാർ തന്നെ പുറത്തിറങ്ങി തെങ്ങ് മുറിച്ചു മാറ്റി. 6:50 ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാലക്കുടി ഭാഗത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. യാത്രക്കാരുമായി വന്ന ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് അരമണിക്കൂറോളം വൈകിയാണ് സർവീസ് പുനരാരംഭിച്ചത്. വരന്തരപ്പിള്ളിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. ദിവ്യയുടെ ഏക സഹോദരൻ വരന്തരപ്പിള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി പാറയ്ക്ക വീട്ടിൽ ഗംഗാധരന്റെ മകൻ 33 വയസ്സുള്ള ദിബീഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്ത് കാറിൽ ദിബീഷ് സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ദിബീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ച സഹോദരിയുടെ വീടിന്റെ 150 മീറ്റർ അകലെയാണ് അപകടം നടന്നത്. വരന്തരപ്പിള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് ഇനി ക്ഷാമകാലമാണ്. കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യക്ഷാമവും ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ച സമയത്താണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമല്ല ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കുക. മത്സ്യവിതരണം, സംസ്കരണം, കയറ്റിറക്ക്, ഐസ് പ്ലാന്റ് തുടങ്ങി മത്സ്യവിപണന കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ചായക്കടകളെ പോലും ട്രോളിംഗ് നിരോധനം പ്രതിസന്ധിയിലാക്കും. 10,000-ഓളം ബോട്ടുകളുടെ എഞ്ചിൻ നിലയ്ക്കുന്നതോടെ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ അടുപ്പിൽ തീയണയും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷയുടെ കാലമാണ്. ബോട്ടുകൾ കളം വിട്ട കടലിൽ വല നിറയ്ക്കാമെന്ന പ്രത്യാശയിലാണവർ. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണവില 25 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,955 രൂപ, പവന് 71,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നെല്ലായിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദം, തർക്കത്തിനിടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴു. ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനു മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ വേർപെട്ടു. 3/4 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വരന്തരപ്പിള്ളിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.